കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ജനുവരി 19 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന എയർ ആംബുലൻസ് സർവീസിന് ബഹ്റിനിൽ ഉടൻ തുടക്കമാകും. അത്യാഹിതങ്ങൾ കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സേവനം എയർ ആംബുലൻസിലുണ്ടാകും. അടിയന്തര സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ആംബുലൻസ്. ഈ വർഷാവസാനം ഔദ്യോഗിക ലോഞ്ച് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ എയർ സി ആംബുലൻസുകൾ അവതരിപ്പിക്കാനുള്ള പദ്ധതികൾ വെളിപ്പെടുത്തിയിരുന്നു. നിലവിൽ 12 ആംബുലൻസ് സെൻ്ററുകളും 3 ആംബുലൻസ് പോയിന്റുകളും രാജ്യത്തുണ്ട്. രാജ്യത്തെ സിവിൽ ഡിഫൻസ് കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്തത് 16,000-ലധികം കേസുകൾ. തീപിടുത്തവും അപകടങ്ങളും ഉൾപ്പെടെയാണിത്. 2023 അപേക്ഷിച്ച് കേസുകളുടെ എണ്ണത്തിൽ 12% വർധനവുണ്ട്. 2023 തീപിടുത്തം, വലിയ വാഹനാപകടങ്ങൾ, മഴവെള്ളം കെട്ടിക്കിടക്കൽ, രക്ഷാപ്രവർത്തനം എന്നിവയടക്കം 14,542 കേസുകളാണ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തത്. OICC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഫാമിലി ക്ലബിൻ്റെ നേതൃത്വത്തിൽ സഖീറിൽ ക്യാമ്പ് ഫയർ ഫീസ്റ്റ സംഘടിപ്പിച്ചു. കലാപരിപാടികളും ക്രിസ്മസ് കരോൾ ടീമിൻ്റെ പ്രകടനവും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള മത്സരങ്ങളും ലൈവ് കുക്കിംഗ് ഉൾപ്പെടെയുള്ളവയും നടന്നു. ബോബി പാറയിൽ, ബിനു കുന്നന്താനം, ജേക്കബ് തെക്കുന്തോട്, മനു മാത്യു, ലത്തീഫ് ആയഞ്ചേരി, സിൻസൻ ചാക്കോ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിശുദ്ധ റമദാനിലെ ചൈതന്യത്തെ ഏറ്റുവാങ്ങാൻ പാകത്തിൽ പ്രാർത്ഥന കൊണ്ടും നിയ്യത്ത് കൊണ്ടും ഹൃദയവിശുദ്ധിയോടെ റമദാനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങണമെന്ന് SKSSF സംസ്ഥാന ഉപാധ്യക്ഷൻ ഉമബഷീർ തങ്ങൾ ജമലുല്ലൈലി പറഞ്ഞു. സമസ്ത ബഹ്റിൻ ഇസ്തിഖ്ബാൽ റമദാൻ ബഹുജന സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു തങ്ങൾ. സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് ഫഖ്റുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങൾ ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്തു. സമസ്ത വർക്കിംഗ് പ്രസിഡന്റ് VK കുഞ്ഞ് മുഹമ്മദ് അജി അധ്യക്ഷത വഹിച്ചു. മുബഷീർ തങ്ങൾക്കുള്ള സമസ്ത ബഹ്റിൻ്റെ ആദരം ബിസ്ത് അണിയിച്ച് ഫഖ്റുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങളും മൊമൻറ്റോ നൽകി ബഹ്റിൻ സംസ്ഥാന ട്രഷറർ SK നൌഷാദും നിർവഹിച്ചു. സമസ്ത ബഹ്റിൻ ജനറൽ സെക്രട്ടറി MS അബ്ദുൽ വാഹിദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KMS മൗലവി പറവണ്ണ നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല 27ാമത് വാർഷികവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും ഈ മാസം 24 വൈകിട്ട് 6:30 അദാരി ഗാർഡനിലെ ന്യൂ സീസൺ ഹാളിൽ നടക്കും. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് R സനൽകുമാർ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രശസ്ത ഗായകരായ ഫാദർ സേവറിയോസ് തോമസ്, സുമേഷ് ഐരൂർ എന്നിവർ നയിക്കുന്ന സംഗീത നിശയും ഉണ്ടായിരിക്കും. പ്രസിഡന്റ് റോബി ജോർജ്, ജനറൽ സെക്രട്ടറി അനിൽ പാലയിൽ, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ മനോജ് ശങ്കരൻ, രക്ഷാധികാരികളായ ശ്രീകുമാർ പടിയറ, വർഗീസ് ഡാനിയൽ, ജനറൽ കൺവീനർ ജെയിംസ് ഫിലിപ്പ്, പ്രോഗ്രാം കൺവീനർ ബ്ലസൻ മാത്യു, ജോയിന്റ് കൺവീനർ മാത്യു യോഹന്നാൻ, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ KG ദേവരാജ്,
VO എബ്രഹാം, സജി ചെറിയാൻ, ട്രഷറർ ജോബിൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോസഫ്, നിതിൻ സോമരാജ്, ജോയിന്റ് കൺവീനർ വിനോദ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രതിഭ റിഫ മേഖല ഹെൽപ്പ് ലൈൻ അവാലിയിലെ കാർഡിയാക് സെന്റർ ബ്ലഡ് ബാങ്കിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രതിഭ കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നൌഷാദ് പുനൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഭ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ബിനു മണ്ണിൽ ആശംസകൾ നേർന്നു. മേഖലാ സെക്രട്ടറി മഹേഷ് KV ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രതിഭ വനിതാവേദി സെക്രട്ടറി റീഗ പ്രദീപ്, പ്രസിഡന്റ് ഷമിത സുരേന്ദ്രൻ, കേന്ദ്ര കമ്മിറ്റി അംഗം പ്രദീപ് പതേരി, മേഖലാ പ്രസിഡന്റ് ഷിജു പിണറായി, കേന്ദ്ര ഹെൽപ്പ് ലൈൻ കൺവീനർ ജയേഷ് VK, ജോയിന്റ് കൺവീനർ നുബിൻ അൻസാരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മേഖലാ ഹെൽപ്പ് ലൈൻ കൺവീനർ സുരേഷ് തുറയൂർ, ജോയിന്റ് കൺവീനർ സുരേഷ് ബാബു, ഹെൽപ്പ് ലൈൻ ഇൻചാർജ് ഷമേജ് എന്നിവരടങ്ങിയ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ ക്യാമ്പിന് നേതൃത്വം നൽകി.